once again welcome back. കേരളം ഇപ്പോൾ കത്തുന്ന ചൂടിലാണല്ലേ. അപ്പോൾ ഈ ചൂടിൽ എല്ലാവർക്കും വരാവുന്ന ഒരു അസുഖമാണ് സ്കിന്നിലെ അലർജി. അപ്പോൾ എനിക്കും വന്നായിരുന്നു സ്കിന്നിലെ അലർജി, കയ്യിലെല്ലാം വന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു 2 മാസമൊക്കെ ആയിട്ട് ഞാൻ റെസിപ്പീസ് ഒന്നും ചെയ്യാറില്ല. കൈകൊണ്ടൊന്നും നമുക്ക് ഭക്ഷണം പാകം ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴും മാറി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് സാലഡാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഫ്രൂട്ട്സുകളുണ്ടോ അതെല്ലാം നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മളൊരു ക്രീമി ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ്ങും കൂടി നമ്മൾ ഈ സാലഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. നമ്മളൊരു ഹാഫ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഹാഫ് കുക്കുംബർ, ഒരു ടൊമാറ്റോ, പിന്നെ ഒരു ആപ്പിൾ, പിന്നെ ഒരു ബനാന, പിന്നെ ഒരു മാംഗോ. ഇത്രയും ഫ്രൂട്ട്സാണ് ഇപ്പോൾ വീട്ടിലുണ്ടായിരുന്നത്. അത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും, പോമിഗ്രാനൈറ്റ്, സ്ട്രോബെറി, അതുപോലുള്ള എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ആക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ അരിഞ്ഞതെല്ലാം ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. മാംഗോ നല്ല പഴുത്ത മാംഗോ ആയിരുന്നു. സ്ലൈസസ് ആക്കി നമുക്ക് ആദ്യം മാംഗോ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഫ്രൂട്ട്സുകളും നമുക്ക് ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. സോക്ക് ചെയ്ത ബദാമും കുറച്ച് കാഷ്യൂ നട്ട്സ് ആണ് കേട്ടോ. കാഷ്യൂ നട്ട് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ബദാം മസ്റ്റായിട്ടും ചേർക്കാം. അപ്പോൾ നല്ലപോലെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10-20 മിനിറ്റ് സോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ തൊലിയൊന്ന് പൊളിച്ച് കളയാം. തൊലിയോടുകൂടി ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. സാലഡ്, വെജ് സാലഡായാലും ഫ്രൂട്ട് സാലഡായാലും നമുക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കണമെങ്കിൽ അതിന് നല്ല ടേസ്റ്റുള്ളൊരു ഡ്രസ്സിങ് വേണം അല്ലേ. അപ്പോൾ നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും ബദാമും കാഷ്യൂ നട്ടൊക്കെ നമ്മൾ സാധാരണ വീട്ടിൽ വാങ്ങിച്ച് വയ്ക്കുന്ന ഐറ്റംസ് അല്ല. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ക്രീമി ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ഈ ബദാമൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പനീറാണ്. പനീർ ഞാനൊരു 50 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം 10 മിനിറ്റ് തിളച്ച വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് ഈ പനീർ. ഇതിൽ വെള്ളം കൂടി ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് ഈ പനീറും കൂടി ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് വരാം. അപ്പോൾ നമ്മൾ വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കതും കൂടി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അരയാൻ ആവശ്യമായ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് ക്രീമി ആയിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ടേസ്റ്റായിട്ടുള്ള നല്ലൊരു ക്രീമി ഡ്രസ്സിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ആ ഫ്രൂട്ട്സിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അല്പം തിളപ്പിച്ചാറിയ വെള്ളം മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ച് നമുക്കതൊന്ന് ഫ്രൂട്ട്സിൽ ചേർത്ത് കൊടുക്കാം. ഒത്തിരി വേണ്ട, വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്താൽ മതി. ഇനി ഒരു പിഞ്ച് സാൾട്ട്, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ. ഇനി നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ ഹണിയാണ്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ട് സാലഡ് റെഡി ആയിട്ടുണ്ട്. പിന്നത്തെ എനിക്ക് വൈകുന്നേരം കഴിക്കാനായിട്ട് ഈ ഫ്രൂട്ട് സാലഡാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ഹെൽത്തിയും കൂടിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പിയുമായിട്ട് വരാം. നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. ഓയും ആപ്പിളും എല്ലാം കൂടി ചേർന്ന് നല്ല സൂപ്പർ. അപ്പം ഇനി അടുത്തൊരു റെസിപ്പിയിൽ വീണ്ടും വരാം. ഓക്കെ, ബൈ.